ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാര സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യാവന്ദനം ഭാഗം 21. ഇന്ന് നമ്മൾ ഒരു അഭിലാഷ കീർത്തനം, ഇത് ഓട്ടൂർ നമ്പൂതിരിപ്പാട് എഴുതിയ ഒരു കൃതിയുടെ ആദ്യ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം അടുത്ത ക്ലാസ്സിൽ പാടാം. അഭിലാഷ കീർത്തനം എന്ന് പറയുന്നത് മിക്കവാറും പണ്ടത്തെ കാലത്ത് ഭാഗവതം സപ്താഹങ്ങളിൽ വളരെ ഭഗവാൻ കീർത്തിച്ചു പാടുന്ന ഒരു ശ്ലോകമായിരുന്നു. ഇത് കേട്ടിട്ട് വളരെയധികം പേർക്ക് വളരെയധികം വികാരാധീനരാവാറുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പൂപ്പൻ ഒരു ഭാഗവത സപ്താഹം നടത്തിയപ്പോൾ എൻ്റെ ചിറ്റപ്പനും മറ്റും ഇങ്ങനെ ഭാവം കൊണ്ട് തുള്ളുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയ സംഭവം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര സുന്ദരമായ ഒരു കീർത്തനമാണ്. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടു കോൾമയീർ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. കണ്ണീരിൽ മുങ്ങി ശുദ്ധയായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. തന്നെത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണുമെന്നു മറക്കും ഞാൻ. മണ്ണും വിണ്ണും മറന്നു ഭക്തി സമ്പൂർണനായെന്നു തുള്ളും ഞാൻ. തുള്ളിക്കളിച്ചൻ സംസാര കള്ളികളെന്നു മായ്ക്കും ഞാൻ. അക്കളം മായ്ക്കും കേളിരസത്തിലട്ടഹാസമൻ ആർക്കും ഞാൻ. അട്ടഹാസത്താൽ ശുദ്ധി ദിക്കുകൾ എട്ടിനുമെന്നു നൽകും ഞാൻ. എട്ടു ദിക്കിനും ശുദ്ധിയേകുന്ന ഭക്തിയോടന്നങ്ങാടും ഞാൻ. ആട്ടം കഴിഞ്ഞിട്ടമ്മതൻ മടി തട്ടിലേക്കെന്നു വീഴും ഞാൻ. ആനാമദൻ ശീതളാംഗത്തിൽ സാനന്ദമെന്നുറങ്ങും ഞാൻ. ഉറങ്ങുമ്പോൾ ഉള്ളിൽ കായാമ്പൂ വർണ്ണം കണ്ടുകൊണ്ടെന്നങ്ങുണരും ഞാൻ. ഉണരുമ്പോൾ മുന്നിൽ കരിമുകിൽ വർണ്ണൻ തിരുമേനി എന്നു കാണും ഞാൻ. ഉണരുമ്പോൾ മുന്നിൽ കരിമുകിൽ വർണ്ണൻ തിരുമേനി എന്നു കാണും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ഒരു കഥ പറയാം. ഗുരുവായൂർ ഭക്തന്മാർക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഭഗവാനോട് ജീവസ്സുള്ള ഭഗവാനായിട്ട് വൃന്ദാവനത്തിൽ എന്ന പോലെ ലീലകളാടി നടക്കുന്നതാണ്. ഒരുപാട് ഭക്തന്മാരുടെ അനുഭവങ്ങളും തന്ത്രിമാരുടെ അനുഭവങ്ങളും മേൽശാന്തിമാരുടെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയാം. ഒരിക്കലും ഒരു വയസ്സായ അമ്മ, വളരെ വൃദ്ധയായ ഒരമ്മ
രണ്ട് ചെറുപ്പക്കാരായ കുട്ടികളുടെ കൂടെ ദർശനത്തിന് വന്നു. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് ആ രണ്ട് മക്കൾ, ഒരു ഭാര്യയും ഭർത്താവും, രണ്ട് കുട്ടികളും അമ്മമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മമ്മ ഇവിടെ ഇരിക്കൂ, ഞങ്ങളിപ്പം വരാം എന്ന് പറഞ്ഞ് അമ്മയെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവർ പോയി. രാവിലത്തെ ദർശനം കഴിഞ്ഞിട്ട് 10-11 മണിക്കാണ്. ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. അവർ പോയി. അമ്മ അവിടെ തന്നെ ഇരുന്നു. മക്കളിപ്പോൾ തിരിച്ചു വരും, കൊച്ചുമക്കളാണ്. അവരിപ്പോൾ തിരികെ വരും എന്ന് പറഞ്ഞ് കാത്തുകാത്തിരുന്നു. അപ്പോൾ അവർ അവിടെ ചുറ്റും വരുന്ന ഭക്തന്മാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പലരും ഈ അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ആരും ഒന്നും ചോദിക്കില്ല, കാരണം ആരെങ്കിലും ഇരുത്തിയിട്ട് പോയതായിരിക്കുമല്ലോ, അപ്പോൾ വരും. അതുകൊണ്ട് ആരും പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ പോവില്ല. അങ്ങനെ ഇരുന്നിരുന്ന് സന്ധ്യയാവും. സന്ധ്യയായിട്ടും ആരും അവരെ വിളിക്കുക. അമ്മ പാവം ഇങ്ങനെ ഇപ്പം വരും, മക്കളിപ്പം വരുന്നതെന്ന് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഒരു 10-14 വയസ്സായ ഒരു നല്ല സുന്ദരനായ ഒരു കുട്ടി, കർബനാണ്, അവിടെ വന്നിട്ട് ചോദിച്ചു, അമ്മമ്മ എത്ര നേരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ കാണുകയാണല്ലോ, അമ്മമ്മ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അല്ല മക്കളെ, ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല, എൻ്റെ കുട്ടികൾ എന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുത്തിയിട്ട് പോയതാണ് എന്ന്. അയ്യോ അമ്മമ്മ ഒന്നും കഴിച്ചിട്ടില്ലേ, ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. അയ്യോ അത് വേണ്ട, ഞാൻ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കില്ല, ഹോട്ടലിലെ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഹോട്ടലിലെ ഭക്ഷണമല്ല, അമ്പലത്തിലെ ഭക്ഷണം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയി നല്ല ചുടുചുന്നനെ പായസവും അവൽ നനച്ചതും കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അമ്മമ്മ കഴിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മമ്മ അത് സന്തോഷത്തോടെ അത് കഴിച്ചു. നല്ല ചൂട് പായസം, ശർക്കര പായസവും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുട്ടി പറഞ്ഞു, അമ്മമ്മ എനിക്ക് പോകാൻ സമയമായി, നീ എവിടെയുള്ളതാ? ഇവിടെ തന്നെ ഉള്ളതാണ്. നിൻ്റെ അച്ഛനമ്മമാരോ? അവരൊക്കെ അവിടെ ഉണ്ട്, ഞാൻ പക്ഷേ ഇവിടെ തന്നെ താമസിക്കും. നിനക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ജോലിയൊന്നുമില്ല, പക്ഷെ എനിക്കിവിടെ ഇഷ്ടമാണ്, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ പറഞ്ഞു, അമ്മമ്മ ഞാൻ പോട്ടെ, എനിക്ക് അത്താഴപൂജയ്ക്ക് മുമ്പ് അവിടെ പോകണം. എന്നാൽ നിനക്ക് അമ്പലത്തിൽ പണി വല്ലതും ഉണ്ടോ? പണിയൊന്നുമില്ല, എനിക്ക് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ അവിടെ സോപാനത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത്താഴപൂജയ്ക്ക് സമയമായി, ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഭയങ്കര ബഹളം. അത്താഴപൂജയ്ക്കുള്ള പായസം ആരോ കോരി എടുത്തിരിക്കണു. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അമ്മമ്മയുടെ കയ്യിൽ ആ പായസം തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, എൻ്റെ കൃഷ്ണ, ഇതെന്താണ് ഞാൻ കേൾക്കുന്നത് എന്ന് അമ്മമ്മ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടപ്പോഴത്തേക്കും ഒരു വൃദ്ധനായ ആൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത്? രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കണം ഞാൻ കാണുന്നുണ്ടല്ലോ, എന്താ പറ്റിയതെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ 2 കൊച്ചുമക്കൾ, എൻ്റെ മക്കൾ 2 പേരും ബോംബെയിലായിരുന്നു. അവർ കോവിഡിൻ്റെ സമയത്ത് 2 പേർക്കും കോവിഡ് ബാധിച്ചവർ മരിച്ചുപോയി. അവരുടെ കുട്ടി, അവരുടെ മകനും മരുമകളും, അവരാണ് എന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഞാൻ അവരുടെ കൂടെ താമസിക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ എന്നും പറയുമായിരുന്നു, അവർ ഗുരുവായൂർ വരുമ്പോഴൊക്കെ ഞാൻ പറയും, എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ അവരിതുവരെ എന്നെ കൊണ്ടുവന്നിട്ടേ ഇല്ല. അപ്പോൾ അവർ മരിച്ചും പോയി. അപ്പോൾ എൻ്റെ കൊച്ചുമക്കളോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ, അമ്മമ്മയെ ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരോട് കൊണ്ടുവന്നു. ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് കുറേ നേരമായി. എനിക്ക് സമയം നോക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് അമ്മയുടെ ആരെങ്കിലും ആണോ? എൻ്റെ ആരുമല്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ആ അമ്മ വന്ന് വളരെ സന്തോഷത്തോടെ അമ്മയ്ക്ക് പ്രസാദമൊക്കെ തരുന്ന കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ പ്രസാദത്തിൻ്റെ ബഹളം കേൾക്കുന്നത്. അപ്പോൾ അങ്ങേരും അപ്പം പറഞ്ഞു, അങ്ങേരും ഞാനും ഇതുപോലെ തന്നെ ഇവിടെ എത്തിയ ആളാണ്, എൻ്റെ മക്കളും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അമ്മയെ. അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായോ, എൻ്റെ മക്കളും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ, ഞാനിനി എവിടെ പോകും കൃഷ്ണ എന്നിങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് കേശവൻ എന്നാണ്, പേടിക്കൊന്നും വേണ്ട. അമ്മ ഒരു കാര്യം ചെയ്യൂ, സന്ധ്യ കഴിഞ്ഞാൽ രാത്രി ഇപ്പോൾ അത്താഴപ്പൂജയ്ക്ക് സമയമായില്ലേ, നീ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ വഴി കാണും, ഒരു ചെറിയ ഇടവഴി, ചെറിയ പാതയാണ്. അതിലേ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ ഇവിടുത്തെ തന്നെ ആശ്രമമാണ്. ഇവിടെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ആശ്രമമാണ്. അവിടെ ചെന്നാൽ അമ്മയെ അവർ സന്തോഷമായിട്ട് സ്വീകരിച്ചോളൂ, അമ്മ പൊക്കോളൂ, അങ്ങോട്ട് പോയാൽ മതി. പറയൂ, എനിക്ക് അവിടെയൊന്നും ആരും പരിചയമില്ല, ഞാനെങ്ങനെ പോകും, ഞാൻ അവിടെ ചെന്ന് അവരെന്നെ കയറ്റുമോ? പറഞ്ഞു, അമ്മ കേശവൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി, അവർ കയറ്റും, ഞാനും അവിടെ തന്നെ താമസിക്കുന്ന ആളാണ്, അമ്മ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ സമാധാനമായി. എവിടെയെങ്കിലും രാത്രി കഴിക്കണ്ടേ, എന്ത് ചെയ്യും, മക്കൾ തിരിച്ചു വരുമോന്നൊന്നിനെ അറിയില്ല. അപ്പോൾ അമ്മ പതുക്കെ ചെന്ന് നോക്കിയപ്പോൾ പടിഞ്ഞാറ് നടയിൽ ഒരു ചെറിയ വഴി കണ്ടു. അയാളുടെ വഴി, കൊച്ചു വഴി, ചെറിയ ഒരു നടപ്പാതയേ ഉള്ളൂ. ആ നടപ്പാതയിൽ കൂടെ ചെന്നപ്പോൾ ഒരു വലിയ ഗേറ്റ് കണ്ടു. ആ ഗേറ്റ് തുറന്നു, അകത്ത് കയറി. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് കതക് തുറന്നു. ആ സ്ത്രീ പുറത്ത് വരാന്തയിലേക്ക് വന്നു. ഗേറ്റിൻ്റെ ശബ്ദം കേട്ടിട്ട് അവർ ചോദിച്ചു, എങ്ങനെയാണ്, ഞാൻ ഗേറ്റ് പൂട്ടിയിരുന്നതാണല്ലോ, എങ്ങനെയാണ് ഗേറ്റ് തുറന്നത്, എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന ഇവിടെ
അതൊരു ആശ്രമമല്ലേ? കേശവൻ എന്ന് പറഞ്ഞ ആൾ വന്നിട്ടാണ് ഞാൻ വന്നത്. കേശവനോ? കേശവൻ എന്താ ഭർത്താവാണ്. അദ്ദേഹം എന്താ അനങ്ങാൻ വയ്യാതെ കിടപ്പിലായിട്ട് വളരെ നാളായി. അദ്ദേഹം ഇവിടെ കിടക്കുകയാണ്. ഇവിടെ ഇത് ആശ്രമമൊന്നും അല്ലമ്മ, ഇത് ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്ന വീടാണ്. എന്തായാലും അമ്മ വരൂ, സന്ധ്യയായില്ലേ, രാത്രിയായില്ലേ, അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ കഴിച്ചോളൂ എന്ന് അവരെ വിളിച്ചു പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, നീ എന്താണ് കാണിക്കുന്നത് എൻ്റെ കൃഷ്ണ? അമ്മ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഗേറ്റ് പൂട്ടിയിരുന്നതാണല്ലോ. പറഞ്ഞു, അത് അവിടെ പടിഞ്ഞാറൻ നടയിലൊരു ചെറിയ പാതയുണ്ട്, നടപ്പാതയുണ്ട്, അതിലേ നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ ഗേറ്റ് കാണാമെന്നും പറഞ്ഞു. അങ്ങനെ നടപ്പാതയോ പടിഞ്ഞാറൻ നടയിലോ? അങ്ങനെ ഒരു പാതയേ ഇല്ല അവിടെ, അങ്ങനെ ഒരു വഴിയില്ല. ഇവിടേക്ക് വരണമെങ്കിൽ ചുറ്റി തന്നെ വരണം. പിന്നെ ഇത് കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, നിൻ്റെ കളികളൊന്നും എനിക്ക് പറയാൻ വയ്യ, അമ്മ വരും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയി ഭർത്താവിനെ കാണിച്ചു കൊടുത്തു. ഭർത്താവ് കിടപ്പിലാണ്, അദ്ദേഹത്തിൻ്റെ പേര് കേശവൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാന് മനസ്സിലായി, ഭഗവാൻ തന്നെ അവരെ നയിച്ച് സുരക്ഷിതമായിട്ടെത്തി. അപ്പം അവിടെ ഭഗവാനായിട്ടൊന്ന് പായസം കൊടുത്തത് ഉണ്ണിക്കണ്ണൻ തന്നെയായിരുന്നു. ഭഗവാൻ മനോഹര രൂപനായിട്ട് വന്ന് അമ്മയെ ദർശിച്ചു. അതുപോലെ തന്നെ വൃദ്ധനായിട്ട് വന്നതും അദ്ദേഹം തന്നെ, ഭഗവാൻ തന്നെയാണ് വൃദ്ധനായിട്ട് വന്ന അമ്മയ്ക്ക് സുരക്ഷിത മാർഗം കാണിച്ചു കൊടുത്തത്. ഇതാണ് ഭഗവാൻ. നമ്മൾ മനസ്സുരുകി വളരെ വിശ്വാസത്തോടുകൂടി ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ ഈ കലികാലത്തിലും ഭഗവാൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമാകും, യാതൊരു സംശയമില്ല എന്ന് നമ്മൾ ഒരുപാട് എല്ലാ ഭക്തന്മാർക്കും അനുഭവമുള്ളതാണ് ഇത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സായിരാം. ഹരി ഓം.